അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഒരു ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ ഞാനിപ്പോൾ നമ്മളെ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ പോണത്. ഹായ് ഫ്രണ്ട്സ്, ഉയർന്നു വരുന്ന വൈദ്യുതി ബില്ല് കുറയ്ക്കാനായിട്ട് നമുക്കൊരു സോളാർ ഹൈബ്രിഡ് ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്താലോ? അതിനായിട്ട് അനുയോജ്യമായ ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ടൈപ്പ് ഹൈബ്രിഡ് ഇൻവെർട്ടറുകളുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ കമ്പനിയുടെ SPS കമ്പനിയുടെ ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽസാണ്. നമുക്ക് അറിയാനായിട്ട് സാധിക്കും, സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് പ്രത്യേകം പറയണത്. ഈ ഒരു സോളാർ ഹൈബ്രിഡിനെ കുറിച്ച് അറിയാവുന്നവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് പറയുന്നത്. നമ്മളുടെ ഈ ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ പ്രവർത്തന രീതി ഞാൻ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ വാങ്ങിച്ച് നമ്മളെ വീട്ടിലുള്ള സോളാർ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ വീട്ടിൽ സോളാർ പാനലും വാങ്ങിച്ച് നമ്മൾ കണക്ട് ചെയ്താൽ തന്നെ നമ്മൾ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഇത് കണക്ട് ചെയ്തിട്ട് സാധാരണ ഒരു 12 വോൾട്ട് ഹൈബ്രിഡ് ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്കതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്വിച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, രണ്ടാമത്തത് UPS മോഡ് ഇൻവെർട്ടർ മോഡ് സ്വിച്ച്, മൂന്നാമത്തെ മോഡ് സോളാർ മോഡ് അഥവാ ഹൈബ്രിഡ് മോഡ് സ്വിച്ച്. ഇങ്ങനെ 3 തരത്തിലുള്ള സ്വിച്ചുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യത്തെ സ്വിച്ച് നമ്മൾ ഓണാക്കുമ്പോൾ ഇൻവെർട്ടർ ഓണാവും. ഇൻവെർട്ടറിൻ്റെ സ്റ്റാൻഡ് ബൈ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. അതുപോലെ രണ്ടാമത്തത് സ്വിച്ച് ആണെങ്കിൽ UPS മോഡ് ഇൻവെർട്ടർ മോഡ് സ്വിച്ച്. നമ്മൾ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ UPS മോഡിലേക്ക് അപ്പിട്ടാൽ മതി. നോർമലായിട്ട് നമ്മൾ സാധാരണ എല്ലാവരുടെ വീടുകളിൽ ഇൻവെർട്ടർ മോഡിലാണ് ഇടുന്നത്. മൂന്നാമതായിട്ടുള്ള സ്വിച്ചാണ് സോളാർ മോഡ് സ്വിച്ച് അഥവാ ഹൈബ്രിഡ് മോഡ് സ്വിച്ച് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ബാറ്ററിയിൽ 14 വോൾട്ട് എത്തുമ്പോഴാണ് ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിട്ട്, അതായത് നമ്മൾ സോളാർ പാനലിൽ വെച്ച് സോളാർ പാനലിൽ നിന്ന് ചാർജ് കയറി ബാറ്ററിയിലേക്ക് 14 വോൾട്ട് എത്തുമ്പോൾ ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായിട്ട് നമ്മളെ വീട്ടിലുള്ള ഉപകരണങ്ങൾ സോളാറിൽ നിന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് തുടങ്ങും. ലൈവായിട്ട് നമുക്ക് വീട്ടിലെ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും. പിന്നെ സൂര്യൻ്റെ വെട്ടമൊക്കെ പോയി കഴിഞ്ഞാലും ഈ ഒരു സിസ്റ്റം പിന്നെ വർക്ക് ചെയ്യും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു 14 വോൾട്ട് എത്തുമ്പോഴാണ് ഈ ഒരു ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നത്. അപ്പോൾ ബാറ്ററിയിൽ ഏകദേശം ഒരു 80% ചാർജ് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇൻവെർട്ടർ നമ്മൾ സോളാർ ലൈവിലേക്ക് മാറുന്നത്. ഇത്തരത്തിൽ മാറാണ്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കയറിയിട്ട് കുറച്ച് നേരത്തേക്ക് ആക്കണമെങ്കിൽ ആക്കാം. പക്ഷേ അങ്ങനെ ആക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വെയിലിൻ്റെ താളം, അതായത് വെയിലിൻ്റെ തീവ്രത ഒരേപോലെ എപ്പോഴും ഇരിക്കില്ല. ചില സമയങ്ങളിൽ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് വെയിലിൻ്റെ തീവ്രത കുറയുന്ന സമയത്ത് നമ്മളെ വീട്ടിലെ ലോഡ് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നമ്മളുടെ ഈ ഇൻവെർട്ടർ ബൈപ്പാസ് മോഡിലേക്ക് മാറിപ്പോവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ ബാറ്ററിയിൽ ഒരു 14 വോൾട്ട് എത്തുമ്പോൾ ഈ ഒരു ബാറ്ററി ഈ ഒരു സോളാർ ലൈവിലേക്ക് മാറാനായിട്ട് വെച്ചേക്കണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂര്യനിലുണ്ടാകുന്ന കൂടുതലും കുറവും, അതായത് സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെ കൂടുതലും കുറവും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളും. ഇപ്പോൾ സോളാർ പാനലിൽ നിന്ന് കിട്ടുന്നത് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാറ്ററിയിൽ നിന്ന് എടുത്ത് നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സുഗമമായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് റേഞ്ച്, അതായത് 14 വോൾട്ടിലേക്ക് ഇട്ടേക്കണത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നമ്മൾ സോളാറിൽ നിന്ന് ലൈവായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോളാറിൽ നിന്ന് നമുക്കൊരു 300 വാട്ട്സാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ആ ഒരു 300 വാട്ട്സാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ബാറ്ററിയിൽ നിന്ന് എടുക്കില്ല. അതിൽ ഡിസ്ചാർജ് കാണിക്കും നമ്മളെ ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ 0 എന്ന്. ഇനി നമ്മൾ വീട്ടിൽ നമുക്ക് 200 വാട്ട്സ് ഉള്ളൂ, 300 വാട്ട്സ് 300 വാട്ട്സ് അടുത്തോളം നമുക്ക് സോളാർ പാനലിൽ നിന്ന് ലൈവായിട്ട് കിട്ടാനുണ്ട്.
നമുക്ക് നമ്മൾ ഉപയോഗം 200 വാട്ട്സ് ഉള്ളെങ്കിൽ അത് ബാറ്ററിയിലേക്ക് ചാർജ് കയറും. അപ്പോൾ നമുക്ക് സോളാർ പാനലിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ട്, ബാറ്ററിയിലേക്ക് എത്ര ചാർജ് കയറേണ്ടതെന്നല്ലാനും നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഒറ്റ ഡിസ്പ്ലേ തന്നെ നമുക്ക് നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും. കൂടാതെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ഒരു 14 വോൾട്ട് റേഞ്ചിലാണ് ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ സോളാർ മോഡിലേക്ക് മാറണമെന്ന്. ഇത് മാറി തിരിച്ച് പ്രവർത്തനം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കണ 11.5 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ടിലെത്തുമ്പോൾ തിരിച്ച് ബൈപ്പാസ് ചെയ്ത് മെയിൻസിലേക്ക് മാറി ഇൻവെർട്ടർ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിൽക്കും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ ഒരു ഹൈബ്രിഡ് മോഡിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു സ്വിച്ച്, അതായത് സോളാർ മോഡ്, ഇൻവെർട്ടർ മോഡ് അല്ലെങ്കിൽ സോളാർ മോഡ് സ്വിച്ച്, ഹൈബ്രിഡ് മോഡ് സ്വിച്ചിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഞാനിന്നിപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഇത്രയും പൈസയൊക്കെ വെച്ച് മുടക്കി, ഇപ്പോൾ നമ്മൾ സോളാർ പാനൽ വാങ്ങിച്ച്, ബാറ്ററി വാങ്ങിച്ച്, ഹൈബ്രിഡ് വാങ്ങിച്ച്, അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്തു. നമുക്ക് സൂര്യനിൽ നിന്ന് പ്രകാശം വന്ന് നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളെല്ലാം ലൈവായിട്ട് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. നമ്മളെ കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് ചിലപ്പോൾ ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം കിട്ടണമെന്നില്ല. ചിലപ്പോൾ തുടർച്ചയായിട്ട് മഴയും കാർമേഘങ്ങളെ കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നമുക്കിതിനകത്ത് കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുട്ടത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ചിലപ്പോൾ സാധാരണക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ MPPT സംഭവം കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിടാനായിട്ട് ചിലപ്പോൾ അവർക്ക് സാധിക്കില്ല. വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ സ്വിച്ച് ഏതാണ് അല്ലെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാൻ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു സ്വിച്ച്, അതായത് സോളാർ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാറിൽ നിന്ന് മാത്രമേ ചാർജ് കയറി ബാറ്ററി പ്രവർത്തിച്ച് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. ഈ സ്വിച്ച് നമുക്ക് തിരിച്ച് ഓഫ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഈ സൂര്യൻ ഉണ്ടെങ്കിൽ, അതായത് വെയിൽ വന്ന് നമുക്ക് സോളാറിൽ നല്ല പ്രൊഡക്ഷനൊക്കെ കിട്ടണമെങ്കിൽ ആ കിട്ടണത് എത്രയാണ് കിട്ടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കിട്ടണത് നമ്മളെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്ത് ബാറ്ററിയെ ആക്കി വെക്കുകയും ചെയ്യും. ഇനി തുടർച്ചയായിട്ട് മഴക്കാലമാണ് ഒന്നും കിട്ടണില്ലെങ്കിൽ KSEB വഴിയും ചാർജ് കയറ്റി നമുക്കിത് വെക്കണ സിസ്റ്റത്തിനാണ് ഞങ്ങളുടെ ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി സാധനമൊക്കെ വെച്ചാലും നമുക്ക് ഇരുട്ടത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. അതിനെയാണ് ഈ ഒരു ഞങ്ങളുടെ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്ന് പറയണത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് മെയിനായിട്ട് ഞങ്ങളുടെ ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിലുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ അൺബോക്സ് ചെയ്ത് നോക്കാം. അതിനു മുമ്പായിട്ടേ നമുക്കിതിൻ്റെ ഒരു പെട്ടിയുടെ ഒരു ഹൈറ്റ് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 9.5 ഇഞ്ച് അടുത്തോളം നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഹൈറ്റ് വന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ വീതി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 ഇഞ്ച് അടുത്തോളം ഇതിൻ്റെ വീതിയും വന്നുണ്ട്. അപ്പോൾ അത്രയും വലിപ്പമുള്ളൊരു ബോക്സിനകത്താണ് നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ വന്നത്. ബോക്സ് നമുക്ക് കൊണ്ട് പൊട്ടിക്കാം. ഞാനിവിടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോക്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ കമ്പനിയുടെ പേര് SPS സോണിക് പവർ സൊല്യൂഷനാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വ്യാജ പേരിലും പല കമ്പനിക്കാർ, തേർഡ് പാർട്ടി കമ്പനിക്കാർ ചെയ്യുന്നുണ്ട് പല പേരിൽ. അപ്പോൾ അതൊന്നും ഒറിജിനലി SPS ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആൻഡ് സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടി നല്ലൊരു പോളിഫോം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറിൻ്റെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഇതായിട്ടൊരു ഡാറ്റ ഷീറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിനെ പുറത്തെടുത്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ വ്യൂസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ബെഡ് ടൈപ്പ് ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറാണ്. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ 3 സ്വിച്ചുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന് ഇൻവെർട്ടർ ഓണ് ഓഫ് ആക്കാനുള്ള ഒരു സ്വിച്ചും, അതുപോലെ തന്നെ UPS മോഡ്, ഇൻവെർട്ടർ മോഡ് ആക്കാനുള്ള സ്വിച്ച്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് സോളാർ മോഡ് അഥവാ ഹൈബ്രിഡ് മോഡ് സ്വിച്ച്. ഈ 3 സ്വിച്ചാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടുള്ളത്. അതുപോലെ ഇവിടെ LED ഇൻഡിക്കേറ്റർ ലൈറ്റുകളാണ് 1, 2, 3, 4. മെയിൻസ് വരുമ്പോൾ ഇവിടെ LED ലൈറ്റ് കത്തും. അതുപോലെ ചാർജർ ഓൺ ആവണമെങ്കിൽ, അത് KSEB എന്നുള്ള ചാർജർ ഓൺ ആവുകയാണെങ്കിൽ ചാർജർ ഓൺ എന്നുള്ള ലൈറ്റ് കത്തും. സിസ്റ്റം
ഓൺ ആണെങ്കിൽ, ഇൻവെർട്ടർ ഓൺ ആണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് എത്തും, ബാറ്ററി ലോ ആണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് എത്തും. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ നമുക്കിവിടെ ഡിസ്പ്ലേ ഉണ്ട്. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും എഴുതി കാണിക്കും. അതിൽ ഓവർലോഡ് ആവുകയാണെങ്കിൽ സോളാർ ചാർജിങ്, സോളാർ യൂസ്, ബാറ്ററി ഫ്ലോട്ട്, ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളാണ്, ടെക്നിക്കൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഒരു ഡാറ്റ ഷീറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് എടുത്തു നോക്കാം. അതുപോലെ തന്നെ നമുക്ക് വാറൻറ്റി കാർഡ് ഉണ്ട്, 2 വർഷമാണ് നമുക്കിതിന് വാറൻറ്റി ഉള്ളത്, അത് നമുക്കും എടുത്തു നോക്കാം. നമുക്ക് ബാക്ക് സൈഡിലേക്ക് നോക്കാം. ഈ ഒരു ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് കാണുന്നത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഹെവി കണക്ടർ കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമുക്ക് സോളാർ പാനലിലെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ട്. ഈ ഷീൽഡ് അയച്ചിട്ടാണ് നമ്മൾ കണ്ടത് ഫേസ് ഇൻ, ന്യൂട്രലി, ഔട്ട്പുട്ടിലെ അതാണ് കൊടുക്കണം. നമുക്കിങ്ങനെ 2 3 പിൻ ടോപ്പുകൾ വെച്ചിട്ട് ഇങ്ങനെ കുത്തി വെക്കണ രീതിയിലും ആക്കാം, അല്ലെങ്കിൽ 3 വയർ ഫേസ്, ന്യൂട്രൽ, ഔട്ട്പുട്ട് ഒന്ന രീതിയിലും നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അത് സാധാരണ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ചെയ്തു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഹോൾ കാണുന്നത് നമുക്ക് ഒരു തെർമൽ മാനേജ്മെൻറ്റ് ഫാനാണ്. അത് വെറുതെ ഒന്നും ഈ ഫാൻ കറങ്ങില്ല, ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഫാൻ കറങ്ങുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ 2 സ്വിച്ചുകൾ കാണാൻ സാധിക്കുന്നത് നോട്ട് കണക്ഷനാണ്. നമുക്കതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ കയറിയിട്ട് എന്തെങ്കിലും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇൻവെർട്ടർ അയക്കാണ്ട് തന്നെ നമുക്ക് കയറാനായിട്ടുള്ളൊരു സെറ്റിംഗ് സോക്കറ്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 16 സ്ക്വയർ mm വയറാണ് ഇവിടെ ഇട്ടേക്കണത്. അതുപോലെ തന്നെ നമുക്ക് 2 വർഷമാണ് വാറൻറ്റി ഉള്ളത്. ഈ സ്റ്റിക്കറൊന്നും പറിച്ച് കളയരുത്. വാറൻറ്റി കാർഡ് നഷ്ടപ്പെട്ടാലും നമുക്ക് വാറൻറ്റി കിട്ടുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്കിവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യമേ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവ് ലൈനാണ് ആദ്യം കൊടുക്കേണ്ടത്. അല്ലാണ്ട് സോളാർ പാനലിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ലൈൻ ആദ്യം കൊടുക്കരുത്. ബാറ്ററി കൊടുത്തതിന് ശേഷം മാത്രം, ഓണാക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു സോളാർ പാനൽ ലൈൻ കൊടുക്കാൻ പാടുള്ളൂ. പോസിറ്റീവ് നെഗറ്റീവും തെറ്റുകൂടാണ്ട് കൊടുക്കണം. സോളാർ പാനൽ ലൈൻ തിരിഞ്ഞു പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടറിൻ്റെ ഉള്ളിൽ റിവേഴ്സ് പോളാരിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട്. കൂടാതെ നമ്മളെ ഈ ഒരു ബാറ്ററിയുടെ ലൈനൊന്നും, അതായത് മറ്റു ചില കമ്പനിക്കാരുടെ ലേഖ അങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റിവേഴ്സ് വോൾട്ടേജ് വന്നിട്ടുണ്ടെന്നൊക്കെ ചിലപ്പോൾ അതെന്തെങ്കിലും പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കുള്ളൂ. ബാറ്ററിയുടെ വോൾട്ടേജ് ഇതിലൂടെ തിരിച്ച് വന്നിട്ടുണ്ടെന്നൊക്കെ ചില സബ്സ്ക്രൈബേഴ്സ് വിളിച്ച് പറയാറുണ്ട്. നമ്മളുടെ ഇൻവെർട്ടറിൻ്റെ അല്ല, നമ്മളുടെ ഇൻവെർട്ടറിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ലൈനും തിരിഞ്ഞും മറിഞ്ഞും പോയാലും നമ്മൾ ഇൻവെർട്ടറിന് യാതൊരു കേടുപാടോ സോളാർ പാനലിന് ഡാമേജോ അങ്ങനെ ഒന്നുമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഓൾറെഡി റിവേഴ്സ് പോളാരിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൂടെ തിരിച്ച് ഒരു വോൾട്ടേജ് വന്നിട്ട് സോളാർ പാനലിലേക്ക് ചെല്ലണ സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് സോളാർ പാനലിൻ്റെ വയറിലൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ സോളാർ പാനലിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു 200 അയച്ച് 150 അയച്ച് ബാറ്ററി ഷോർട്ടാവണ പോലെ ആയിരിക്കുള്ളൂ അങ്ങനെ വന്നത്. അപ്പോൾ ഈ അങ്ങനത്തെ തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സോളാർ പാനൽ ലൈൻ മറിഞ്ഞു പോയാലും ചാർജ് കയറില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും ഒരിക്കലും മറിച്ച് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ ഫോൾട്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൂടാതെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോഡൽ നമ്പറും ഡീറ്റെയിൽസും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ HS 1800 1800C DC 12 വോൾട്ട് MPPT വന്നത് നമുക്കിവിടെ നോക്കിയാണ് 60 ആംപിയർ MPPT ആണ് ഇവിടെ വന്നത്. അതുപോലെ 55 വോൾട്ടാണ് VOC മാക്സിമം കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ കൂടുതൽ 2 പാനലുകളൊക്കെ സീരിയൽ ചെയ്ത് കണക്ട് ചെയ്യരുത്. 2 പാനൽ കൊടുക്കണമെങ്കിൽ പാരൽ ചെയ്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങും നോക്കാം. അതുപോലെ തന്നെ ഈ ഇൻവെർട്ടർ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കുകയും ചെയ്യാം. കൂടാതെ നമ്മളുടെ ഈ ഒരു ഇപ്പോഴുള്ള ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു കുറഞ്ഞ വാട്ട്സിൻ്റെ സോളാർ പാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സാധാരണ ഒരു സോളാർ പാനൽ വെച്ച് കണക്ട് ചെയ്തും നിങ്ങളുടെ ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ വാട്ട്സ് കൂടിയ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, വാട്ട്സ് കൂടിയ സോളാർ പാനലുകളൊക്കെ നിങ്ങൾ പിന്നെ വാങ്ങിച്ച് കണക്ട് ചെയ്യാനാണെങ്കിൽ
നിങ്ങൾക്ക് ഒരു 1200 അതായത് 1200 വരെ നിങ്ങൾക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും. അത് 12 വോൾട്ടിൻ്റെ സോളാർ പാനലായാലും കണക്ട് ചെയ്യുക, 24 വോൾട്ടിൻ്റെ സോളാർ പാനൽ ആയാലും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ നിങ്ങളിപ്പോൾ വീട്ടിൽ സോളാർ പാനലൊന്നും കണക്ട് ചെയ്യണമെന്നില്ല. ഞാൻ ഈ ഒരു ഇൻവെർട്ടർ വാങ്ങിച്ച് വെച്ചിട്ട് ഞാനത് പിന്നെ സോളാർ പാനൽ കണക്ട് ചെയ്യണുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു സാധാരണ ഇൻവെർട്ടറായിട്ട് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സാധാരണ ഇൻവെർട്ടറായിട്ട് നിങ്ങൾക്ക് ഇതിനെ പ്രവർത്തിപ്പിക്കാനും സാധിക്കും. കൂടാതെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു 150 AH ബാറ്ററിയാണുള്ളത്, അല്ലെങ്കിൽ 100 AH ബാറ്ററിയാണുള്ളത്. ഞാൻ ഈ ഭാവിയിലേക്ക് ഇനി ഒരു ബാറ്ററിയും കൂടി വാങ്ങിച്ച് ഞാൻ വെക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻവെർട്ടർ സിസ്റ്റം മാറ്റാണ്ട് പാരലായിട്ട് നമുക്ക് ഇനി ഒരു ബാറ്ററിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ നമുക്ക് സോളാർ പാനൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സോളാർ പാനലെ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യണുള്ളൂ. ഞാൻ ഇനി ഭാവിയിൽ ഇനിയും വലിയ സോളാർ പാനലുകളൊക്കെ വാങ്ങിച്ച് കണക്ട് ചെയ്യും. അങ്ങനെ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 1200 വാട്ട്സ് വരെ സോളാർ പാനൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കറണ്ടിൻ്റെ മൂല്യം മനസ്സിലാക്കിയവർക്ക് ഇത് എപ്പോഴും ഒരു ഗുണമുള്ളൊരു കാര്യമായിരിക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KEB ലൈൻ അറ്റകുറ്റപ്പണികൾക്കായിട്ടും ലൈൻ ഓഫ് ചെയ്താലും നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് വൈദ്യുതി ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനുള്ളിടത്തോളം കാലം അതിൽ നിന്ന് വെട്ടം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ വേറെ ആരുടെ വീട്ടിലും കറണ്ട് ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ബാറ്ററി ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓൺ ആയിട്ടിട്ട് അതിൻ്റെ ഡിസ്പ്ലേയിൽ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് LED ലൈറ്റുകളോ ഒന്നും കത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻസും നമ്മൾ സോളാർ പാനൽ ലൈനൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നോക്കേണ്ടത് ഇതിൻ്റെ ബാറ്ററിയിൽ ഇപ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് ഫാനാണത്, വെറുതെ ഒന്നും കറങ്ങില്ല. ഹൈബ്രിഡ് മോഡ് അവിടെ ഇത് കാണിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാറിൻ്റെ സ്വിച്ച് ഓഫാണ്, മെയിൻസ് ചാർജിങ് ഓഫാണ്. നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജാണ് മെയിനായിട്ട് നോക്കുന്നത്. ബാറ്ററിയിൽ 13.1 13 വോൾട്ട് അടുത്തോളം ബാറ്ററി ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള കണക്ഷനുകളൊക്കെ എല്ലാം കൊടുക്കാം. സോളാർ പാനലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ലൈൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ വയറുകൾ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന DC സോളാർ വയറാണ്, സിസ്കോ RMMൻ്റെ. ഇതുപോലെ സോളാർ കേബിളുകൾ വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേപോലത്തുള്ള സംഭവങ്ങളൊക്കെ ക്രിമ്പ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് MC4 കണക്ടറുകളൊക്കെ ഇതിൻ്റെ അറ്റത്ത് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയിൽ ചെയ്ത് തന്നെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ കണക്ടറിലേക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 540 വാട്ട്സിൻ്റെ സോളാർ പാനലാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഹാഫ് കട്ട് ഓണോപ്പർക്ക് പാനൽ, ഒറ്റ പാനൽ. അപ്പോൾ ഞാനിതിൻ്റെ നെഗറ്റീവിൻ്റെ ലൈൻ കൊടുത്തു, അതുപോലെ പോസിറ്റീവിൻ്റെ ലൈനും കൊടുത്തു. നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാണ്ട് വലിച്ചു നോക്കാം, ലൂസ് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. കണക്ട് ചെയ്ത് ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ദേ ഇവിടെ നോക്കിയേ, ഇതിൽ ഒരു ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട്. നമുക്ക് ഈ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് അഴിച്ചിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. ഫേസ് ഷീൽഡ് അവിടെ അഴിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഫേസാണ്, ഇത് ന്യൂട്രലാണ്, ഇത് ഔട്ട്പുട്ടാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഇൻവെർട്ടർ വയറിങ്ങിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ന്യൂട്രൽ ലൈൻ മടക്കി വെച്ചിട്ട് ഈ ഫേസ് ലൈനും ഈ ഔട്ട്പുട്ട് ലൈനും കൂടിയും ചേർത്ത് പിരിച്ചിട്ട് ബൈപ്പാസ് ചെയ്തിട്ടേ കയറിക്കുള്ളൂ. അപ്പോൾ ഇത് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഇത് ഊരിയിട്ട് ഇതിൽ ടെസ്റ്റ് വെച്ച് നോക്കിയാൽ ഇതാണ് കറണ്ടുള്ള ഭാഗം. ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഫേസ് എടുത്ത് കൊടുക്കരുത്. അത് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ സഹായം തേടാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ലൈനും ഓഫ് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം നിങ്ങൾ ന്യൂട്രും ഔട്ട്പുട്ടും കൊടുക്കുക. എന്നിട്ട് ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ട് വീട്ടിൽ കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കണക്ഷനുകളൊക്കെ കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം തേടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഫേസ് ലൈൻ കൊടുക്കാം. ഫേസ് ലൈൻ കൊടുത്തതിന് ശേഷം ലൂസൊന്നും ഉണ്ടാകുന്നറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം. അല്ലെങ്കിൽ വയറിൻ്റെ ഇൻസുലേഷൻ അല്ല കണക്ടറിൽ കയറിയിരിക്കണേ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തുക. അതിനുശേഷം ന്യൂട്രലിൻ്റെ ലൈൻ കൊടുക്കുക. ന്യൂട്രലിൻ്റെ ലൈൻ കൊടുത്തു. നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ചെറിയൊരു പരാതി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ നീളം കൂടിപ്പോണ്.
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ വെറുതെ ചെയ്തു പോയിട്ട് കാര്യമില്ല, ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടണ്ടേ. അപ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ചെയ്യാൻ വെറുതെ കണ്ടുപോകാണ്ട് ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോണത്. നിങ്ങൾക്ക് സ്പീഡിൽ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനിലേക്ക് കയറിയിട്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കി പോകാൻ കഴിയുന്നവർക്ക് അങ്ങനെ പോകാവുന്നതാണ്. ഇപ്പോൾ ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ട് ലൈനാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കണ വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻസ് ഇവിടെ ഉണ്ട്, എന്നാലും സോളാറിൽ നിന്നാണ് ചാർജ് കയറുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 14 വോൾട്ട് എത്തുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ഈ സ്വിച്ച് ഓഫിലാണെങ്കിലും ഓണിലാണെങ്കിലും 13.4 13.5 വോൾട്ട് അടുത്തോളം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചാർജിങ് മോഡ് ബൾക്കിലേക്കാണ് ചാർജിങ് മോഡ് കിടക്കണത്. 25 ആംപിയർ അടുത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്. 350 വാട്ട്സാണ് നമുക്ക് സോളാറിൽ നിന്ന് ഔട്ട് കിട്ടുന്നത്. 0.1 യൂണിറ്റ് ആണ് നമുക്ക് കിട്ടിയേക്കണത് ഈ കണക്ട് ചെയ്ത ടൈമിൽ. അല്ല, ടോട്ടലും അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻവെർട്ടർ റെഡിയാണ്. ബാറ്ററി 13.5 വോൾട്ടിലാണ് നിൽക്കുന്നത്. ബാറ്ററി വോൾട്ടേജ് നമുക്കിപ്പോൾ എത്രയായെന്നൊന്ന് നോക്കാം. ബാറ്ററി ഇപ്പോൾ ആ സോളാർ സിസ്റ്റം ഓട്ടോമാറ്റിക്കാണ് ഓണായിട്ട് സോളാർ യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇതുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയതാണ്. ഇപ്പോൾ ഔട്ട്പുട്ടിൽ നമ്മൾ ലോഡൊന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിലെല്ലാ ഉപകരണങ്ങളെല്ലാം ഇനി സോളാർ ലൈവിലായിട്ടുള്ളൂ വർക്ക് ചെയ്യണത്. ഡിസ്ചാർജ് ബാറ്ററിയിൽ നിന്ന് എടുക്കണമെങ്കിൽ അവിടെ ഡിസ്ചാർജ് കാണിക്കും. അതുപോലെ ഇവിടെ ഹൈബ്രിഡ് മോഡെന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. മെയിൻസിൽ 217 വോൾട്ട് ഉണ്ടെങ്കിലും മെയിൻസിൽ നിന്ന് ചാർജ് കയറേ വേണ്ട, മെയിൻസ് ചാർജിങ് ഓഫ് എന്നാണ് ഇവിടെ എഴുതി കാണിച്ചേക്കണത്. 14.1 വോൾട്ട് ആയിട്ടുണ്ട് ബാറ്ററി. 14.4 14.5 വോൾട്ട് ആകുമ്പോൾ ബാറ്ററിയുടെ ഫുൾ വോൾട്ടേജ് ആവും. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇല്ലാത്ത അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ ബാറ്ററിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബാറ്ററി ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഇവിടെ ഒരു ലൈറ്റ് കത്തുകയും ചെയ്യും. കൂടുതലായിട്ട് സോളാറിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാറ്ററി ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കത്തും. ഇനിയിപ്പോൾ ഇത് വർക്ക് ചെയ്യണത് എല്ലാവരും എൻ്റെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യണത് സോളാറിൽ ലൈവായിട്ടാണ്. നമുക്കിനി ഒരു ലോഡ് ടെസ്റ്റും കൂടി നടത്താം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നോക്കുകയാണെങ്കിൽ 0 VA ആണ് ഇപ്പോൾ ലോഡ് കാണിച്ചാണ്. ഞാൻ ലോഡ് വീട്ടിലുള്ള ലോഡുകൾ സോളാർ ലൈവിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനപ്പോൾ നമ്മളിവിടെ ഒരു സുജാതയുടെ മിക്സി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിക്സി അടിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ് സാധാരണ ഇൻവെർട്ടറുകളിൽ. ഇപ്പോൾ സോളാർ ലൈവിലാണ് കിടക്കണത്. കണ്ടോ, സോളാർ യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഓൺ എന്ന് പറഞ്ഞിട്ട് കത്തുകയും ചെയ്ത് ഇവിടെ സോളാർ യൂസ് എന്ന് പറഞ്ഞ ലൈറ്റ് കത്തുകയും ചെയ്ത്. അപ്പോൾ നമുക്ക് നമ്മളെ സോളാറിൽ നിന്ന് ലൈവായിട്ട് നമ്മളെ വീട്ടിലെ ഉപകരണങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലോഡ് ഇട്ടിട്ടുണ്ട്, ഇതിനകത്ത് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മിക്സി ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ സുഖമായിട്ട് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ മിക്സി ഞാൻ ഓൺ ചെയ്യാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടെന്നറിയില്ല, മിക്സി ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇൻവെർട്ടറിൽ നല്ല രീതിയിൽ തന്നെ മിക്സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലോഡ് എത്രയാണ് എടുക്കണേന്ന് നോക്കാം. മിക്സി റണ്ണിങ്ങിൽ ഔട്ട്പുട്ട് 220 വോൾട്ട് അടുത്തോളം ഉണ്ട്. ഏകദേശം 321 VA അടുത്തോളം ഇപ്പോൾ ഈ ഒരു മിക്സി എടുക്കുന്നുണ്ട്. ബാറ്ററിയിൽ നിന്ന് 0 ഡിസ്ചാർജാണ്, സോളാറിൽ നിന്ന് ലൈവായിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മക്കിത്ത എന്നുള്ളൊരു കമ്പനിയുടെ ഒരു ഹാൻഡ് ഡ്രില്ലാണ് ഇത്. നമുക്കിതിനകത്ത് ഈ ഒരു ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ജസ്റ്റ് ഓണാക്കിയിട്ടുണ്ട്. ഇതും ആ ഒരു ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്യാൻ നേരത്തുള്ള ലോഡ് എങ്ങനെയാണ് നോക്കാം.
ഞാനപ്പോൾ ലോഡ് കൊടുക്കാൻ പോയാണ്. ഔട്ട്പുട്ട് 235 വാട്ട്സ് സോളാർ പാനലിൽ നിന്ന് ഔട്ട്പുട്ട് ഇട്ടുണ്ട്. ബാറ്ററിയിലേക്ക് സോളാർ ചാർജിങ് 0 ആയി, അതായത് ലോഡുള്ള കാരണം. ഇൻവെർട്ടർ ഓൺ സോളാറിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോഡ് കൊടുക്കുകയാണ് ഞാൻ. ലോഡ് ഉൾപ്പെടെ 450 VA. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ അഴിച്ചിട്ടേ ഇതിൻ്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ കൊടുക്കുന്ന പൈസ ഒക്കെ ഉള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിയണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഉള്ളിലുള്ള സകല ഡീറ്റെയിൽസാണ് ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ഫോമറാണ്. ഇത് കോപ്പർ ട്രാൻസ്ഫോമർ തന്നെയാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തോന്നുന്നു 2 റിലേ ഇതിനകത്ത് ഇവിടെ ഉണ്ട്. നമ്മുടെ സോളാർ മോഡിലേക്ക് ആവണതും അതുപോലെ തന്നെ 2 ദിവസം കൂടുമ്പോൾ 1 യൂണിറ്റ് വൈദ്യുതി നഷ്ടം സാധാരണ ഇൻവെർട്ടറിലുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ബൈപ്പാസ് ചെയ്യണ സമയത്ത് വേറെ കറണ്ടൊന്നും കയറി കിടക്കാത്ത രീതിയിലുള്ള 2 റിലേയും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസും ഡിസ്പ്ലേയിലേക്കുള്ള മൊഡ്യൂളൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കണേ 2 ഇൻ്റർലൂഡ് സ്വിച്ചിങ് ഫംഗ്ഷനുള്ള ടോറോഡ് ഇൻഡക്ടറുകൾ കാണാൻ പറ്റും, സെൻറ്റസ്റ്റ് കോർ അടങ്ങിയത്. അതുപോലെ ഇതിൻ്റെ ഇപ്പുറത്ത് മോസ്ഫേറ്റുകളാണ് ഉള്ളത്. നമുക്ക് എത്ര മോസ്ഫേറ്റുകൾ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 8 മോസ്ഫേറ്റുകൾ, അതായത് 1 2 3 4 4 8 മോസ്ഫേറ്റ് ഈ ഒരു സൈഡിലും അപ്പർ സൈഡിലായിട്ട് ഒരു 8 മോസ്ഫേറ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലായിട്ടും 8 മോസ്ഫേറ്റുകളാണ്. 8 16 മോസ്ഫേറ്റുകളാണ് ഉള്ളത്. ഇത് MPPTയുടെ കാർഡാണ്. ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ, അതായത് ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ നേരത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒറ്റ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഒരു 1500 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതായത് HS 1500 എന്ന് പറഞ്ഞൊരു മോഡൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ 1800 എന്ന് പറഞ്ഞൊരു മോഡൽ, കൂടാതെ നമുക്ക് കുറച്ചും കൂടി ഹെവി മോഡലായിട്ടുള്ള ഒരു മോഡലും കൂടി ഉണ്ട്, HS 2000 എന്ന് പറഞ്ഞൊരു മോഡൽ. ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയറിലും അതിൻ്റെ ബോർഡും അതുപോലെ ട്രാൻസ്ഫോമറിലും ക്യാബിനിലൊക്കെ വന്ന വ്യത്യാസങ്ങളാണ്. അതുപോലെ തന്നെ വിലയിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു എല്ലാ ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾക്കും 2 വർഷമാണ് വാറൻറ്റി ഉള്ളത്. നമ്മൾ ഇൻവെർട്ടറുകൾ SMD കമ്പോണൻസുകളൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഏതൊരു ടെക്നീഷ്യനും ശരിയാക്കുന്ന രീതിയിലാണ് എല്ലാം രൂപകൽപ്പന ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഇൻവെർട്ടറുകൾ കൊറിയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ സ്ഥലത്തേക്കും കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും ഷോപ്പിൽ വന്നിട്ട് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോക്ക് താഴെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ നോക്കാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിലകൾ മറ്റും അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടുപോവാണ്ട് നിങ്ങൾക്ക് വീട്ടിലൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി, വളരെ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അതുപോലെ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.